ഓക്കെ, നമസ്കാരം. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഗ്രാമറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ടെൻസസ് എന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കാലങ്ങൾ. നമുക്കറിയാം, ഇതിന് ടെൻസസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അത് രണ്ട് രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ രണ്ട് വോയിസിൽ എഴുതാം. ഒന്ന് ആക്റ്റീവ് വോയിസ്, മറ്റൊന്ന് പാസീവ് വോയിസ്. ഒരു സെൻറ്റൻസിന് വേണ്ട മൂന്ന് ഘടകങ്ങൾ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിന് പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റിന് മുൻഗണന നൽകുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റുകൾക്കാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ അത് എന്ത് ചെയ്യും? ഇതിന് നേരെ ഓപ്പോസിറ്റ് പാസീവ് വോയിസ് എന്ന് പറയും. അതിൻ്റെ എഴുത്തിൽ ഉണ്ടാകുന്ന ഘടനയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ബാക്കിയൊക്കെ ഏകദേശം സെയിം ആയിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പറയുമ്പോൾ ചെറിയ അതിൻ്റെ പേരിലുണ്ടാകുന്ന ഘടനയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മാത്രം. ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്ക് കിടക്കാം. ടെൻസസ് ആക്റ്റീവ് വോയിസിൽ നമ്മൾ പറയുമ്പോൾ മൂന്ന് കാലങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഉള്ളത്. ഒന്ന് പ്രസന്റ് ടെൻസസ് എന്ന് വെച്ചാൽ വർത്തമാന കാലം. രണ്ട് പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. മൂന്നാമത് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം. നമുക്കറിയാം, ഈ കാലങ്ങളെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഇംഗ്ലീഷ് സംബന്ധിച്ചിടത്തോളം അതിൽ ഇതിനും ആഴത്തിൽ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന കാര്യങ്ങൾ വേറെയുണ്ട്. ഇതിൽ ഓരോന്നിലും നാല് വിഭാഗങ്ങൾ വേറെയുണ്ട്. പ്രസന്റ് ടെൻസിൽ 4 വിഭാഗമുണ്ട്, പാസ്റ്റ് ടെൻസിൽ 4 വിഭാഗങ്ങളുണ്ട്, ഫ്യൂച്ചർ ടെൻസിൽ 4 വിഭാഗങ്ങളുണ്ട്. അത് എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഓരോ സെൻറ്റൻസും ഓരോ കാലങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കേണ്ട സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പ്രസന്റ് ടെൻസ്, വർത്തമാനകാലം. നമുക്കറിയാം എന്താണ് വർത്തമാനകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അതിൽ ആദ്യത്തെ കാറ്റഗറി വരുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് അതിൻ്റെ രൂപം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. അതിൽ V1 ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെർബുകളിൽ 3 തരം ഫോമുകൾ വരുന്നുണ്ട്. V1 ഫോം, V2 ഫോം, V3 ഫോം, ing ഓഫ് V1 ഫോം. അങ്ങനെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോ, വെന്റ്, ഗോൺ. V1 എന്ന് പറയുമ്പോൾ ഗോ, V2 എന്ന് പറയുമ്പോൾ വെന്റ്, V3 എന്ന് പറയുമ്പോൾ ഗോൺ. അതിൽ ഗോ എന്ന് പറയുന്നതിൽ തന്നെ ഇപ്പോൾ പ്ലൂരൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എസ്ഒ ഇഎസ്ഒ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതല്ല സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ എസ്ഒ ഇഎസ്ഒ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. പ്ലൂരൽ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ V1 ബേസ് ഫോമിൽ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് പ്ലൂരലായി കണക്കൂട്ടുന്നത് ദേ, വി. ഓക്കെ, അതിൻ്റെ കൂടെ വരുന്ന ഒന്ന് സിംഗുലറായിട്ടും പ്ലൂരലായിട്ടും രണ്ടും പ്ലൂരലായി കണക്കൂട്ടുന്ന ഒന്നാണ് ഐ, അതുപോലെ യു. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് വരും V1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഫോമാണ്. അപ്പോൾ പ്ലൂരൽ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ആയിട്ടുള്ള ഫോമിൽ വരും. സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആ ബേസ് ഫോമിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർക്കണം, പ്ലസ് ഒബ്ജക്റ്റ്. ഇതിന് നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരേ ഉദാഹരണം തന്നെ കംപ്ലീറ്റ് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ കൂടുതൽ ഉദാഹരണം നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, എഴുതി ശീലിച്ചു നോക്കുക. ആദ്യം നോക്കുക, രാജു സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രിങ്ക്സ്, കുടിക്കുക എന്നുള്ളത്. ഡ്രിങ്ക്സ്. ഈ എസ് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? രാജു സിംഗുലർ ആയതുകൊണ്ട്. ഇപ്പൊ രാജുവായി രാമു ആകുമ്പോൾ ഡ്രിങ്ക് എന്നാ പറയും, അല്ലെങ്കിൽ ഐ എന്ന് പറയുമ്പോൾ ഡ്രിങ്ക് എന്നാ പറയും, യു എന്ന് പറയുമ്പോൾ ഡ്രിങ്ക് എന്നാ പറയും, ദേ എന്ന് പറയുമ്പോൾ എന്തായി, പ്ലൂരൽ വീണ്ടുമായി ദേ ഡ്രിങ്ക്. രാജു എന്ന് പറയുമ്പോൾ ഒരാൾ സിംഗുലർ ആകുമ്പോൾ രാജു ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ ഹി ഡ്രിങ്ക്സ്. എന്താ പറയാ, ഒബ്ജക്റ്റ് വാട്ടർ. അപ്പൊ ഡ്രിങ്ക്സ് എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ V1 ഫോം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് പ്ലൂറൽ ഫോമിൽ എഴുതുന്ന സമയത്ത് ഐ ഡ്രിങ്ക് വാട്ടർ, അല്ലെങ്കിൽ ദേ ഡ്രിങ്ക് വാട്ടർ, അല്ലെങ്കിൽ രാമു ആൻഡ് രാജു ഡ്രിങ്ക് വാട്ടർ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതാണ് സിമ്പിൾ പ്രസന്റുമായിട്ട് നമുക്ക് പറയുന്നത്. ദെൻ പ്രസന്റ് കണ്ടിന്യൂസ്, രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതിന് നമ്മൾ പറയുന്നത് സബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ കൂടെ ഈസ് ഓർ ആർ പ്ലസ്
ing ഫോം ഓഫ് V1. ing ഫോം എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രിങ്കിങ്, ഇപ്പോൾ സ്ലീപ്പ് ആണെങ്കിൽ സ്ലീപ്പിംഗ്, ഈറ്റ് ആണെങ്കിൽ ഈറ്റിംഗ്. അപ്പോൾ ing ഫോം ഓഫ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഇതിൽ ആദ്യം എന്താണ്? രാജു വെള്ളം കുടിക്കുന്നു, ആദ്യത്തിന്റെ അർത്ഥം. ഇനി രണ്ടാമത് പറയുന്നതിന് എങ്ങനെ എഴുതും? രാജുവിനെ എഴുതും. രാജു ഈസ് ഡ്രിങ്കിങ് വാട്ടർ. രാജു ഈസ് ഡ്രിങ്കിങ് വാട്ടർ. രാജു വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒന്ന്, കണ്ടിന്യൂ ചെയ്ത ഒന്നാണ്. അപ്പോൾ രാജു ഈസ് ഡ്രിങ്കിങ് വാട്ടർ. രണ്ടാളാണെങ്കിൽ രാജു ആൻഡ് രാമു, ഈസിന് പകരം എന്ത് വരും? ആർ ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ. മൂന്നാമത് പറയുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഫിനിഷ്. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രസന്റ് തന്നെ ഇപ്പോൾ വെള്ളം കുടിച്ച് തൊട്ട് മുന്നേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായി? പാസ്റ്റ് ആയിട്ടുമില്ല, കുറേ കാലം മുന്നേ ആയിട്ടുമില്ല, ഭൂതകാലം ആയിട്ടുമില്ല, എന്നാൽ ജസ്റ്റ് ഫിനിഷ് ആവും ചെയ്തിട്ട്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എഴുതുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്. പ്ലൂറൽ ഫോം ആണെന്നുണ്ടെങ്കിൽ ഹാവ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അതേപോലെ തന്നെ ഐ ആണെങ്കിൽ ഹാവ് എങ്കിലും, യു ആണെങ്കിൽ ഹാവ് എങ്കിലും, പ്ലൂറൽ മറ്റുള്ള പ്ലൂറലൊക്കെ ആണെങ്കിൽ ഹാവ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ എന്തായാലും സിംഗുലർ ആണെങ്കിൽ ഹാസ്. അപ്പോൾ എങ്ങനെ എഴുതും? രാജു എന്ന് പറയുന്നത് സിംഗുലർ ആണ്. രാജു ഹാസ് ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്കൺ. ഹാസ് ഡ്രങ്കൺ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു വേറൊരു ഫോം വേണമെങ്കിൽ എഴുതാം. ഇപ്പോൾ രാജു ഹാസ് ഒരു റൈറ്റ് എന്ന് നോക്കാം. രാജു ഹാസ് റിട്ടൺ. അതിന്റെ തേർഡ് ഫോം എന്ന് പറയുമ്പോൾ V3 എന്ന് പറയുമ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടൺ. റിട്ടൺ, എലക്ട്. ഇതില് സബ്ജക്റ്റ് ഹാസ്, V3 ഫോം ഒബ്ജക്റ്റ്. രാജു ഹാസ് റിട്ടൺ എലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് മുന്നേ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ. ദെൻ നാലാമത് പറയുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് തൊട്ട് എന്താണ് എഴുതി തുടങ്ങിയിട്ടുള്ളൂ, അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന തരത്തിലുള്ള. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എഴുതി തുടങ്ങിയ കുറച്ച് മുന്നെയാണ് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ളത്. തുടങ്ങും അല്ലെങ്കിൽ അതിന്റെ ലെറ്റർ എഴുതിയത് കുറച്ച് മുന്നെയാണ്, പക്ഷെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന തരത്തിലുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതും? രാജു ഹാസ്. സിംഗുലർ ആണെങ്കിൽ ഇതേപോലെ തന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ ഹാവ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഞാൻ ആ ഡ്രിങ്ക് ഒന്ന് മാറ്റി പിടിച്ചതാണ്. ഇതിന് അടുത്തില്ല ഓരോന്നോരോന്നേരം മാറ്റി രണ്ടെണ്ണം വെച്ച് മാറ്റാം. ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ രാജു ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അയാൾ തുടങ്ങിയ സമയത്താണ് ഇപ്പോഴും എന്താണ് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ കണ്ടിന്യൂസ് അല്ല, ഇപ്പോൾ എഴുതിക്കൊണ്ടേയിരിക്കുകയല്ല, പക്ഷെ അത് അപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ളതാണ് പ്രസന്റ് വെറും കണ്ടിന്യൂസ് ആണ്. ഇത് തുടങ്ങിയ സമയത്തും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായി മാറി? പാസ്റ്റിലല്ല, കുറച്ച് മുന്നേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കണ്ടിന്യൂ ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി എന്നുള്ളതാണ്. അപ്പോൾ നാല് ടൈപ്പ് എന്ന് പറയുന്നത് ഒന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസ്, അതിൽ സബ്ജക്റ്റ് പ്ലസ് V1 ഫോം പ്ലസ് ഒബ്ജക്റ്റ്. രണ്ടാമത് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ. ഈസ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണെങ്കിൽ, ആർ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണെങ്കിൽ, ing ഫോം ഓഫ് V1. ഐ എന്ന് പറയുമ്പോൾ ഡ്രിങ്കിങ്. ഇപ്പോൾ ഇതിൽ പറയുമ്പോൾ റൈറ്റിനെയാണ് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്. പ്ലൂറൽ ആണെങ്കിൽ ഹാവ്, സിംഗുലർ ആണെങ്കിൽ ഹാസ് പ്ലസ് V3 ഫോം. V3 എന്ന് പറയുമ്പോൾ റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടൺ. ആ റിട്ടൺ ഫോം ആണെന്ന് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ് ആണ്, ഓൾറെഡി ജസ്റ്റ് കഴിഞ്ഞതാണ്, ഇപ്പോഴും ജസ്റ്റ് കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ രാജു ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, തൊട്ട് മുന്നേ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും എന്താണ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് 4 ഫോം ഓഫ് പ്രസന്റ് ടെൻസുകളായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഇതിപ്പോൾ പ്രസന്റ് ടെൻസ് എന്നാൽ ഇപ്പോൾ വർത്തമാനകാലം. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞ കാലം, ഭൂതകാലം എന്നുള്ളതാണ് നമ്മൾ പറയാം. ഇതേപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. 4 രീതി തന്നെയാണ് ഈ പറയുന്ന പാസ്റ്റ് ടെൻസുകളും തിരിച്ചിട്ടുള്ളത്. ആദ്യം സിമ്പിൾ പാസ്റ്റ് എടുക്കും. നമ്മളിവിടെ ഉപയോഗിച്ചത് V1 ആണ്. പാസ്റ്റിലേക്ക് വരുമ്പോൾ, സിമ്പിൾ പാസ്റ്റിലേക്ക് വരുമ്പോൾ അത് V2 ആയി മാറും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ റൈറ്റ് വെച്ചു, ഡ്രിങ്ക് വെച്ചു. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം വെച്ച് നോക്കാം. ഇപ്പോൾ രാമു went
ഗോ, ഗോന്റെ V2 ഫോം ഗോ വെന്റ് ഗോൺ. അപ്പോൾ രാമു വെന്റ് ടു സ്കൂൾ. ഇതെന്താണ് വരിക? സിമ്പിൾ പാസ്റ്റ് ആണ്, കാരണം ഓൾറെഡി പോയ കാര്യം. രാമു സ്കൂളിലേക്ക് പോയി. ദെൻ അതിൽ ഇനി നമുക്കൊന്നും പറയാനൊന്നുമില്ല. V2 എന്ന് പറയുമ്പോൾ ഗോ വെന്റ് ഗോൺ ആണ്. അപ്പോൾ V2 പറയുമ്പോൾ വെന്റ്, രണ്ട് നടുവിലുള്ളത് വെന്റ്. ഇതിന്റെ ഞാൻ ഒരു ക്ലിയർ ഒരു കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നതാണ്. ദെൻ കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ING തന്നെയാണ്, പക്ഷെ എന്തൊരു വ്യത്യാസമുണ്ട്, അവിടെ ഈസ് ആറും ആണ്. കാരണം ഇവിടെ എന്ത് വരും? വാസ് വേർ വരും. സിംഗുലർ ആണെങ്കിൽ വാസ് വരും, പ്ലൂരൽ ആണെങ്കിൽ വേർ വരും. പ്ലൂരലിന്റെ കൂടെ ഐയും യുവും കൂടിയും ചേർക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? രാമു വാസ്, കാരണം സിംഗുലർ ആണ്. അപ്പൊ രാമു രാജു ആണെങ്കിൽ അത് വേറായി മാറും, അല്ലെങ്കിൽ ദേ ആണെങ്കിൽ വേറായി മാറും. രാമു വാസ് ഗോയിങ്, V1 ന്റെ ING ഫോം ആണ് വരിക, V2 ന്റെ അല്ല. V1 ന്റെ, അതിനാണ് ഞാൻ ബ്രാക്കറ്റിൽ V1 എന്നുള്ളത്. വാസ് ഗോയിങ് ടു സ്കൂൾ. രാമു സ്കൂളിലേക്ക് അന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അത് ഇന്നത്തെ കാര്യമല്ല പറയുന്നത്, അന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ പറയുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി കഴിഞ്ഞ കാലമാണ്. അപ്പൊ എങ്ങനെ വരും? രാമു, അവിടെ പിന്നെ ഹാസും ഹാവും ഇല്ല, ഹാഡ് ഓൾറെഡി കഴിഞ്ഞതായതുകൊണ്ട് ഹാഡ് പ്ലസ് B3. B3 എന്ന് പറയുമ്പോൾ എന്താ വരിക? മൂന്നാമത്തെ പറയുമ്പോൾ ഗോയിങ് ആണെങ്കിൽ അതൊക്കെ കഴിഞ്ഞു. നമുക്ക് വേറെ എടുക്കാം. പിന്നെന്താ പറയുക? റീഡ്. റീഡിനൊരു പ്രത്യേകത ഉണ്ട്. റീഡ്, റെഡ്. മൂന്നിനും സ്പെല്ലിംഗ് ഒന്നാണ്, പക്ഷെ ഉച്ചാരണ വ്യത്യാസമുണ്ട്. റീഡ്, റെഡ്, READ. റീഡ്, റെഡിന് അത് തന്നെയാണ്, റെഡിന് അത്. അപ്പോൾ എങ്ങനെ വരും? രാമു ഹാഡ് റെഡ്. ഇതിന് മൂന്ന് ഫോമിനും ഒരേ രീതിയിലാണ്, പക്ഷെ വായിക്കുമ്പോൾ ആദ്യത്തെ റീഡ് V1 റീഡ് വായിക്കും, V2 റെഡ്, V3 റെഡ്. അപ്പോൾ രാമു ഹാഡ് റെഡ് എ ബുക്ക്. രാമു ഹാഡ് റെഡ് എ ബുക്ക്. ഇനി അതെന്താണ്? ജസ്റ്റ് കഴിഞ്ഞു പോയ കാലമാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്, വായിച്ചിരുന്നു എന്ന കാര്യം. ദെൻ D എന്ന് പറയുന്നത് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിന്റെ അർത്ഥം എന്താണ്? കുറെ കാലം മുന്നേ എന്താണ് ആള് പുസ്തകം വായിച്ചു കൊണ്ട് ഇപ്പോഴും അതെന്താണ് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. എന്താണ് അപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു. അപ്പൊ അവിടെ എങ്ങനെ വരും? രാമു അവിടെ വരുന്നത് തന്നെയാണ് ഹാഡ് ആണ്, കാരണം എന്താണ് പാസ്റ്റ് ആയതുകൊണ്ട്. ഹാഡ് പ്ലസ് എന്ത് വരും? ബീയിങ് എന്ന് പറയുന്ന എന്ത് വരും? ബീന് വരുമ്പോൾ എന്ത് വേണം? V1 ന്റെ ING കൂടി ഇതിൽ കൂടെ ചേർക്കണം. V1 എന്ന് പറയുമ്പോൾ റീഡിന്റെ V1 എന്ന് പറയുമ്പോൾ റീഡ്. അപ്പോൾ ഹാഡ് ബീൻ റീഡിങ്, ING എന്ന് പറയുമ്പോൾ റീഡിങ് എ ബുക്ക്. രാമു ഹാഡ് ബീൻ റീഡിങ് എ ബുക്ക്. അപ്പോൾ ഇതിൽ ഇതേ പറഞ്ഞ പോലെ തന്നെ ചെറിയ വ്യത്യാസമുള്ളൂ. ഇതിൽ മെയിനായിട്ട് വ്യത്യാസം വരുന്നത് ഈ പെർഫെക്റ്റിലും പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൽ വരുന്നത് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആദ്യത്തിൽ സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. കണ്ടിന്യൂസ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വേർ പ്ലസ് ING ഫോം ഓഫ് ദി V1 വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. പിന്നെ മൂന്നാമത്തെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. നാലാമത് പറയുമ്പോൾ പിന്നെ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ എങ്ങനെ വരും? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ, ഒന്നുകൂടി വരും ബീൻ പ്ലസ് V3 എല്ലാ പകരം വരും ING ഫോം ഓഫ് ദി V1 വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസിനെ നമ്മൾ കണക്കൂട്ടുക. രണ്ടാമത്തെ ടെൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്, അതായത് ഭാവി കാലം. ഇതിലെ ആദ്യത്തെ കാലം പറയുന്നത് പ്രസന്റ് ടെൻസ് വർത്തമാനകാലം, രണ്ടാമത്തെ ടെൻസ് പാസ്റ്റ് ടെൻസ് ഭൂതകാലം, മൂന്നാമത്തത് ഭാവി കാലം അതായത് ഫ്യൂച്ചർ ടെൻസ്. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ആദ്യം നോക്കാം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ എങ്ങനെയാണ് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എങ്ങനെ നോക്കാം? ഇതുവരെ എഴുതിയത് പോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമുക്ക് എഴുതാൻ നോക്കാം. രാമു will play football. Ramu will play football. Ramu will play, will അല്ലെങ്കിൽ shall play football നമുക്ക് എഴുതാം.
ഇനി ഇതിൽ നമുക്ക് ഒന്നുമില്ല, സബ്ജക്റ്റ് ഉണ്ട്, വില്ലുണ്ട്, V1 ഫോം എന്ന് പറഞ്ഞാൽ പ്ലേ ആണ്, ഫുട്ബോൾ ഒബ്ജക്റ്റ്. ദെൻ രണ്ടാമത് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസിൽ പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് നമ്മൾ ING ഫോമിന്റെ മറ്റൊരു ഫോം, ഈസിന്റെ ഒക്കെ മറ്റൊരു ഫോമാണ് ബി എന്ന് പറയുന്നത്. ബി പ്ലസ് ING ഫോം ഓഫ് ദി വൺ വേർഡ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പൊ എങ്ങനെ എഴുതാം? രാമു വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ. രാമു എന്തായിരിക്കും? ഭാവിയിൽ ഫുട്ബോൾ കളിക്കുകയായിരിക്കും എന്നുള്ള രീതിയിൽ അത് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത് പറയുമ്പോൾ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു? ഭാവിയിൽ ജസ്റ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ രാമു. ഇതിൽ നമുക്ക് വിൽ ഓർ ഷാ എന്ന് പറയുമ്പോൾ ഏതാ വേണമെന്ന് വെച്ചെങ്കിൽ വിൽ, രാമു അല്ലെങ്കിൽ ഷാ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യും. രാമു വിൽ ഹാവ്. ഇതിൽ V3 ഫോമാണ് നമ്മൾ പെർഫെക്റ്റ് നമുക്കറിയാം. V3 ഫോമാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറ്. വിൽ ഹാവ് പ്ലേഡ് ഫുട്ബോൾ. ഇത് ജസ്റ്റ് പാസ്റ്റ് ആയിട്ടല്ല നമ്മൾ കൂട്ട ഫ്യൂച്ചർ ആയിട്ടില്ല. കാരണം ഭാവിയിൽ ജസ്റ്റ് കഴിഞ്ഞതിനെയാണ് നമ്മൾ. അപ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ രാമു കളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വിൽ ഹാവ് പ്ലേഡ് ഫുട്ബോൾ. രാമു ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ലാസ്റ്റിൽ പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബി. കണ്ടിന്യൂസ് ആകുമ്പോൾ ജസ്റ്റ് മുന്നേ തുടങ്ങിയിട്ടുണ്ടാകും. കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എങ്ങനെയായിരിക്കും എഴുതുക? രാമു plus will or shall. Ramu will have been playing football. Ramu have been playing football. Will have been playing football. അതിന്റെ അർത്ഥം എന്താണ്? രാമു അന്ന് എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട്, അതിപ്പോഴും ഭാവിയിൽ കുറച്ച് മുന്നേ തന്നെ തുടങ്ങിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ ജസ്റ്റ് മുന്നേ തുടങ്ങി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് 3 എണ്ണമാണ്. നമ്മൾ ഞാൻ വിവരിച്ച് പറയാണ്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. 3 എണ്ണത്തിലും 4 വിഭാഗങ്ങൾ വരും. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൽ സബ്ജക്റ്റിന്റെ മാതൃകകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. അത് സിംഗുലർ ആണെങ്കിൽ എസ് ചേർക്കണം, സിംഗുലർ ആണെങ്കിൽ SOES ചേർക്കണം, പ്ലൂറൽ ആണെങ്കിൽ V1 ഫോം തന്നെ. പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദി V1 വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. മൂന്നാമത് പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. നാലാമത് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്. ഈ ഹാസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? സിംഗുലർ ആകുമ്പോൾ. ഹാവ് ഉപയോഗിക്കുന്നത് പ്ലൂറൽ ആകുമ്പോഴാണ്. അല്ലെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, IU എന്നുള്ളതൊക്കെ പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാസ് ഓർ ഹാവ് പ്ലസ് ബി പ്ലസ് ING ഫോം ഓഫ് V1 വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ്. പാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് സിമ്പിൾ പാസ്റ്റിൽ സബ്ജക്ട് പ്ലസ് V2 ഫോം. V2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഫോം. ഗോ വെന്റ് എന്ന് പറയുന്ന രീതി. അപ്പോൾ V2 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്ട് രണ്ടാമത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ സബ്ജക്ട് പ്ലസ് ഈസോ ആറിന് പകരം വാസ് ഓർ വേർ പ്ലസ് ING ഫോം ഓഫ് ദി V1 വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. മൂന്നാമത് പെർഫെക്റ്റ് ആകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. നാലാമത് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതിലെന്ത് വരും? ബീൻ കൂടും ING കൂടിയും കൂടും. അപ്പോൾ എങ്ങനെ വരും? സബ്ജക്റ്റ് പ്ലസ് ഹാഡ്. സെയിം തന്നെ. ഹാഡ് ഇവിടെ എന്താ? V3 പറയുമ്പോൾ റീഡ് റെഡ് റെഡ്. അപ്പോൾ റെഡ്. അപ്പോൾ മൂന്നും ഇത് V1 ആണെന്നുള്ളത് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് എന്തിനെയാണ്? V3 ആണ്. ഇതിന്റെ ഫോം എന്ന് പറയുമ്പോൾ റീഡ് റെഡ് റെഡ്. പക്ഷേ ഉച്ചാരണത്തിൽ മാത്രം വ്യത്യാസം, സ്പെല്ലിങ്ങിൽ എന്തില്ല വ്യത്യാസം. അപ്പോൾ ഒരിക്കലും എന്തല്ല V1 ആണെന്നുള്ളത് ആരും തെറ്റിദ്ധരിക്കരുത്. നാലാമത്തേലാണ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി V1 വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. രാമു ഹാഡ് ബീൻ റീഡിംഗ് എ ബുക്ക്. ഓക്കെ. ഫ്യൂച്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയാം. സിമ്പിൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. രാമു വിൽ പ്ലേ ഫുട്ബോൾ. ദെൻ രണ്ടാമത് കണ്ടിന്യൂസ് ആകുമ്പോൾ എന്ത് വരും? ഈ ഏതെങ്കിലും ഒരു ഈസോ ആറോ ആഡോ അതിന്റെ മറ്റൊരു ഫോമാണ് ബി എന്ന് പറയുന്നത്. V പ്ലസ് ING ഫോം ഓഫ് ദി V1 വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. പിന്നെ പെർഫെക്റ്റ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ലാസ്റ്റ് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ വരും ING ഫോം ഓഫ് ദി V1 വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്ന ആക്റ്റീവ് വോയിസിൽ വരുന്ന ടെൻസുകളിലെ ആക്റ്റീവ് വോയിസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് നെക്സ്റ്റ് വരുന്നത് പാസീവ് വോയിസ് ആണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടെൻസസ്
ആക്റ്റീവ് വോയിസിലുള്ള ടെൻസുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ ഇനി നമ്മൾ പറയുന്നത് പാസീവ് വോയിസിലുള്ള ടെൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനാണ് ആദ്യം നമ്മൾ എഴുതുമ്പോൾ സബ്ജക്റ്റാണ് ആദ്യമായി എഴുതാറ്. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഓർഡർ ഒന്ന് മാറും, ഒബ്ജക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പോൾ സ്ട്രക്ചറിലും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ പാസ്റ്റ്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ 4 ടെൻസുകൾ അതേപോലെ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിൽ ഒരു പ്രധാനമായി എടുത്ത് പറയണമെന്ന് വെച്ചാൽ ചിലതിൽ കണ്ടിന്യൂസിലൊന്നും വരുന്നില്ല. എന്ത് നമുക്ക് സ്ട്രക്ചർ കോമൺ ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ പ്രസന്റ് ടെൻസിൽ നമുക്ക് നോക്കാം എന്താണ് പാസീവ് വോയിസിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇതിൽ പറയുന്നത് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. നമ്മൾ സാധാരണ സബ്ജക്റ്റ് ആണ് ആദ്യം എഴുതാറ്. ഇതിൽ ഒബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഹി ഈസ് സിമ്പിൾ പ്രസന്റിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? ഹി ഡ്രിങ്ക്സ് വാട്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇങ്ങനെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ദ വാട്ടർ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതും ദ വാട്ടർ സിംഗുലർ അല്ല, അപ്പോൾ ഈസ്. ദ വാട്ടർ ഈസ് എന്താണ് നമ്മൾ ഡ്രങ്ക്, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ വാട്ടർ ഈസ് ഡ്രങ്ക് ബൈ him. The subject. The V3 form. Drink, drank, drunken. എന്ന് പറയുമ്പോൾ the water is drunken by him. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരും. അങ്ങനെ ഒബ്ജക്റ്റ് ആദ്യം വരും, ഈസ്, ആം, ആർ. ഇതിൽ ഏതാണ് സ്യൂട്ടബിൾ ചെയ്യുന്നത്? പ്ലസ് ബീയിങ്, BEING, ബീയിങ് പ്ലസ് V3. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും വെർബിൻ്റെ V1 V2 ഫോം നമ്മളിത് ഒന്നിലും ഉപയോഗിക്കുന്നില്ല. എല്ലാത്തിലും V3 ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? The book is being written by him. The book is being written by him. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവ് വോയിസിൽ വരുന്നത്. ഇനി മൂന്നാമത്തത് വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അതിന് നമ്മൾ പാസീവ് ആക്റ്റീവ് വോയിസ് നമ്മൾ സാധാരണ എങ്ങനെ കൊടുത്തതെന്നുള്ളത് നമുക്കറിയാം. സബ്ജക്ട് പ്ലസ് ആസ് ഓർ ഹാവ് പ്ലസ് പിന്നെ V3 ഫോം ഓഫ് ദ വെർബ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ വരും? ഒബ്ജക്റ്റ്. ആദ്യ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ദ ബുക്ക് ഹാസ്, സിംഗുലർ ആയതുകൊണ്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ്. ബുക്സ് എന്ന് പറയുമ്പോൾ ഹാവ്. ബുക്സ് ഹാസ് ബീൻ written by me. ഒബ്ജക്റ്റ് എന്താ ചെയ്യുക? ബൈ മീ ആണെങ്കിൽ മീ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുക? ബുക്ക് ഹാസ് ബീൻ റിട്ടൺ ബൈ മീ അല്ലെങ്കിൽ ഹിം ഓർ അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഇതാണ് ഇതിൽ. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഒരിക്കലും ഇതില്ല പാസീവ് വോയിസ് ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഈ മൂന്നെണ്ണാമത് വരുന്ന സിമ്പിൾ പ്രസന്റിൽ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 ഫോം പ്ലസ് സബ്ജക്റ്റ്. രണ്ടാമത് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. മൂന്നാമത് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. നാലാമത്തേത് പിന്നെ പറയുന്നില്ല. ഇനി രണ്ടാമത്തെ ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അതിലും ഇതുപോലെ തന്നെ മൂന്നെണ്ണമാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുന്നില്ല. നോക്കാം. ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു ബുക്ക് തന്നെ എടുത്തു നോക്കാം. ദ ബുക്ക് എങ്ങനെയാണ്? വാസ് ഓർ വേർ. ദ ബുക്ക് വാസ്, ബുക്ക് ആണെങ്കിൽ വാസ്, ബുക്സ് എന്ന് പറയുമ്പോൾ വേർ. ദ ബുക്സ് വാസ് റിട്ടൺ ബൈ മീ. അത് എന്നാൽ എഴുതപ്പെട്ടതാണ് മുമ്പ് നടന്നതാണ്. ദെൻ കണ്ടിന്യൂസ് ആകുമ്പോൾ എങ്ങനെ വരും? ഒബ്ജക്റ്റ് വരും. ദ ബുക്ക് ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ദ ബുക്ക് വാസ് ബീയിങ്, അത് അന്ന് എന്നെ കൊണ്ട് ഞാൻ എഴുതിയിരുന്നതാണ്. ദ ബുക്ക് വാസ് ബീയിങ് റിട്ടൺ ബൈ മീ. by me. The book was being written by me. മൂന്നാമത്തെ പറയുമ്പോൾ എന്താണ്? ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവിന് പകരം ഹാസ് ഓർ ഹാവിന് പകരം ഇവിടെ ഹാഡ് വരും. ഹാഡ് ബീൻ V3 ഫോം ഓഫ് ദ വെർബ് പ്ലസ് സബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെ വരും? ദ ബുക്ക്
the book had been already had been again V3 form of the verb written by me. The book had been written by me. ഇനി പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂഷനകത്തും ഇതേപോലെ തന്നെ കോമൺ ആയിട്ട് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിൽ ഇതേപോലെ മൂന്നെണ്ണത്തിലില്ല, വെറും രണ്ടെണ്ണത്തിൽ സിമ്പിൾ ഫ്യൂച്ചറിലും അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റിലും മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുള്ളൂ, പാസീവ് വോയിസ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൽ എങ്ങനെയൊക്കെയാണ് ഒബ്ജക്റ്റിൽ വരുന്നത് എങ്ങനെയാണ്, ദ ബുക്ക് ഷാൾ ബി written by book will be ആയാലും കുഴപ്പമില്ല, shall be ആയാലും കുഴപ്പമില്ല, ഇതിനനുസരിച്ച് will be written by me. എന്താണ് ആ ബുക്ക് ചിലപ്പോൾ എല്ലാവരും എഴുതുന്നതായിരിക്കും എന്നുള്ളത്. അല്ലെങ്കിൽ ഇതിന് കണ്ടിന്യൂസിൽ വരുന്നത് the book will be written by കണ്ടിന്യൂസിൽ വരുന്നില്ല. മൂന്നാമത് പറയുന്നത് പെർഫെക്റ്റ് ആണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അതിൽ വരുന്നത് ഒബ്ജക്റ്റ് the book will have been written by me. എന്താണ് അന്ന് പിന്നെ ഈ ബുക്ക് എന്നാൽ എഴുതപ്പെടുന്നതായിരിക്കും എന്നുള്ളത് ഭാവിയിലേക്കുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പാസീവ് വോയിസിൽ നമ്മൾ ആക്റ്റീവ് വോയിസിൽ വരുന്നത് പോലെ 12 എണ്ണം വരുന്നില്ല, പകരം ഇതിൽ 3 ഇതിൽ 2 അപ്പോൾ മൊത്തം 8 വോയിസുകളായിട്ടാണ് ടെൻസുകളിൽ പാസീവ് വോയിസിൻ്റെ ഇത് വരുന്നത്. ആദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ് വരുന്നത് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. അതിൻ്റെ ഉദാഹരണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാറ്റിലും V3 ഫോമാണ് വെർബിന്റെ യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതിൽ വരുന്നത് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീയിങ്, ING ഫോമിന് പകരം ബീയിങ് കൂട്ടും, പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. മൂന്നാമത് ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. നാലാമത്തെ ഇല്ല. ദെൻ പാസ്റ്റിൽ വരുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ, ഈസ് ഓർ ആറിന് പകരം വാസ് ഓർ വെർ പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഇവിടെ വാസ് ഓർ വെറിനും ബീനും കൂടി ആഡ് ചെയ്യും, ING ഫോമിന് പകരം ബീനും കൂടി ആഡ് ചെയ്യും, V3 പ്ലസ് സബ്ജക്റ്റ്. മൂന്നാമത്തെ പെർഫെക്റ്റ് വരുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. അതിനൊപ്പം ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതണം. ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. ഒന്ന് സിമ്പിൾ ഫ്യൂച്ചറും മറ്റൊന്ന് ഫ്യൂച്ചർ പെർഫെക്റ്റും ആണ്. സിമ്പിൾ ഫ്യൂച്ചറിൽ വരുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഒരു ബി ആയിരിക്കും അവിടെ കൂടുന്നത്. ദ ബുക്ക് വിൽ ബി റിട്ടൺ ബൈ മീ, അതായത് ഭാവിയിലേക്കുള്ള കാര്യം. ദെൻ പെർഫെക്റ്റിൽ വരുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് ബീൻ പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ദ ബുക്ക് വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ മീ. ബാക്കിയുള്ള 2 എണ്ണം ഇതിൽ പൊതുവെ കാണാറില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടെൻസിൽ വരുന്ന ആക്റ്റീവ് വോയിസുകളും അതുപോലെ തന്നെ പാസീവ് വോയിസിൻ്റെയും സ്ട്രക്ചർ ഈ പറഞ്ഞതാണ്. ഓക്കെ.